ദൈവത്തിന് പ്രീതിയും മാലാഖമാർക്ക് വന്ദനവും സാത്താന് ലജ്ജയും. ഒരു കാരണവുമില്ലാതെ അന്യായമായി വ്യക്തിഹത്യ നേരിട്ട് ആൾക്കൂട്ട വിചാരണയ്ക്ക് നടുവിൽ അപമാനിതരായി ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കേണ്ടി വന്ന 2 സ്ത്രീകളുടെ സമർപ്പിത സഹോദരിമാരുടെ നെടുവീർപ്പുകൾ കൊണ്ട് ഭാരപ്പെടുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷൻ. ഒപ്പം ദൈവത്തിൻ്റെ ആ മാലാഖമാരുടെ നിശബ്ദ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നുമുണ്ട്. തീവ്ര മതഭ്രാന്തി വെച്ചു പുലർത്തുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അകാരണമായതും മുറിവേൽപ്പിക്കുന്നതുമായ കൂക്കുവിളികളുടെ ഇടയിൽ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടുപോലുമോ പ്രകോപനത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാതെ ശാന്തതയും ധീരതയും പുലർത്തിയ ASMI സന്യാസ സഭയിലെ സമർപ്പിത സഹോദരിമാരായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. രാഷ്ട്രീയ അഹന്തയുടെയും അധികാരഗർവിൻ്റെയും പിൻബലത്തിലും PR വർക്കുകളുടെ അകമ്പടിയിലും നമ്പർ 1 എന്ന രാജ്യത്തെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്നവർ കാണാതെ പോകുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരിൽ കുറച്ചു പേർക്കെങ്കിലും ഉന്നത നിലവാരമുള്ള ഒരു ജീവിതമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് മനുഷ്യരുടെ സമഗ്ര വിമോചനത്തിനു വേണ്ടി ദൈവം ദാനമായി നൽകിയ ജീവിതം മുഴുവൻ മാറ്റിവെക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച സമർപ്പിത ജന്മങ്ങളെ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഭീകരമായി കൊണ്ടിരിക്കുന്നുവെന്നത് വല്ലാതെ ഭയപ്പെടുത്തുന്നു. ദൈവാന്വേഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ദൈവാന്വേഷികളെ ആദരിച്ച് ബഹുമാനിക്കുകയും ചെയ്യുന്ന അതിസുന്ദരമായ ഒരു സംസ്കാരത്തിനാണ് ആർഷഭാരതമെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. പക്വമായ ആത്മീയ ആഭിമുഖ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഇടമുണ്ടായിരുന്ന ഒരു പവിത്ര സംസ്കാരത്തിൻ്റെ ഘാതകർ ആര് തന്നെയായാലും ഉത്തരവാദിത്വമുള്ള ഒരു പൊതുസമൂഹം ഒറ്റക്കെട്ടായി അത്തരം പുഴുക്കുത്തുകളെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്യാൻ നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആർക്കും വേണ്ടാത്ത വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കും ജന്മം കൊടുത്തവർക്കു പോലും വേണ്ട എന്ന കാരണത്താൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന നവജാത ശിശുക്കൾക്കും അമ്മയായും, മക്കൾ ഉപേക്ഷിക്കുന്ന അപ്പനമ്മമാർക്ക് മക്കളായും, മാരക രോഗങ്ങളാൽ ആരും ശുശ്രൂഷിക്കാനില്ലാത്ത രോഗികളുടെ മുൻപിൽ ദൈവത്തിൻ്റെ മാലാഖമാരായും അവതരിക്കുന്ന സമർപ്പിത സഹോദരിമാർ ജീവിക്കുന്ന പരിസരങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ സാമാന്യ വിവരവും ബോധവും മാത്രം മതി. ആ തിരിച്ചറിവില്ലാത്ത വർഗീയ ശക്തികൾക്ക് പ്രധാനമായും ഇല്ലാതെ പോകുന്നത് എന്താണ് എന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വിദ്യാദാനത്തിലും ആതുര ശുശ്രൂഷയിലും സാമൂഹ്യ സേവനങ്ങളിലും എന്നു വേണ്ട സമഗ്രമായ ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ എല്ലാ തലങ്ങളിലും വിസ്മരിക്കപ്പെടാനാവാത്ത വിധത്തിൽ സ്നേഹസേവനം കാഴ്ചവെച്ചവരും നടത്തിക്കൊണ്ടിരിക്കുന്നവരുമാണ് കത്തോലിക്ക വൈദികരും സമർപ്പിതരും എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഉള്ള ഒരു ഭയത്തിൽ നിന്നാണ് അക്രമവും അസഹിഷ്ണുതയും ഉടലെടുക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കേട്ട അനുഭവങ്ങളിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒന്ന് ന്യൂസ് 24ലെ ഹാഷ്മി താജ് ഇബ്രാഹിം വാർത്താവതരണത്തിൻ്റെ ഭാഗമായി നടത്തിയ ആമുഖത്തിലെ മനോഹരമായ ചില വാക്കുകളാണ്. സമർപ്പിതരായ സഹോദരിമാരുടെ ജീവിതത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കുവാൻ അക്രൈസ്തവനായ ആ വാർത്താ അവതാരകൻ്റെ വാക്കുകൾ ധാരാളം മതി. ഹാഷ്മിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: സേവനമാണ് ലക്ഷ്യമെങ്കിൽ അത് നഗരത്തിലാകാമല്ലോ സിസ്റ്ററെ. എന്തിനാണ് ഈ 18-20 കിലോമീറ്റർ കാൽനടയായി നടന്നൊരു സേവന വഴി സ്വയം വേദനിപ്പിക്കൽ? ആ ചോദ്യമുണ്ടാക്കിയ ദേഷ്യം മറച്ചുവെച്ചൊരു ചിരിയോടെയാണ് മറുപടി. ആരോരും നോക്കാനില്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിലെ പരമയാതനകൾ കണ്ടിട്ടും ഒരു റിപ്പോർട്ടറായ താങ്കളത് ചോദിച്ചു കളഞ്ഞല്ലോ സഹോദര. വിരിഞ്ഞു വലുതായ ബ്രൗൺ കണ്ണുകളിൽ അന്ന് ഞാൻ കണ്ടത് ഏതെങ്കിലും പരിവർത്തനത്തിന്റെ ദുഷ്ടലക്ഷ്യങ്ങളല്ല, ഒരു കാരുണ്യത്തിന്റെ ദൈവത്തെയാണ്. വാൽക്കഷണം, കക്കുകളിയും കേരള സ്റ്റോറിയും സ്വർണ്ണക്കിരീടവും പിന്നെ ഛത്തീസ്ഗഡിലെ കള്ളക്കളികളും. ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിൽ പരിസരം കാണുമ്പോൾ ചില കള്ളക്കളികൾ മറനീക്കി പുറത്തു വരുന്നുണ്ട്. സമർപ്പിത സഹോദരിമാരുടെ ജീവിത പരിസരങ്ങളെ
വികലമായി ചിത്രീകരിക്കുന്ന ജോബ് മഠത്തിലിൻ്റെ സ്വതന്ത്ര ആവിഷ്കാര നാടകമായ കക്കുകളി എന്നൊരു നാടകം 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അരങ്ങേറിയിരുന്നു. ക്രൈസ്തവ സമൂഹത്തിൻ്റെയും സന്യാസിനിമാരുടെയും പ്രതിഷേധ സ്വരമുയർന്നപ്പോൾ ചിലയിടങ്ങളിൽ അവതരണം വേണ്ട എന്ന് വെച്ചു. എങ്കിലും അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഈ നാടകം വഴിയാണ് അറിയിച്ചത്. കാണാൻ വന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേര് പറഞ്ഞ് കക്കുകളി നടത്താൻ വേദിയൊരുക്കിയപ്പോൾ ഇല്ലാതിരുന്ന പ്രതിബദ്ധതയും ക്രൈസ്തവ സന്യസ്ത സ്നേഹവും അണപൊട്ടി ഒഴുകുന്നത് കാണുമ്പോൾ എന്തോ ഒരു പന്തികേട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ക്രൈസ്തവ സന്യാസത്തെ അവഹേളിക്കുന്ന കുറേ അധികം സിനിമകളോട് മൗനമായും അല്ലാതെയും സമ്മതം മൂളിയ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാക്കുപോലും മറന്നുപോയി. പിന്നെ കിരീടം ചാർത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. ഇവിടെ കിരീടം ചാർത്തിയതുകൊണ്ട് മറ്റിടങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് മിണ്ടിക്കൂടാ എന്നൊന്നുമില്ലല്ലോ. കിരീടം ചാർത്തിയവർ മൗനം അവലംബിക്കുകയാണ് താനും. ദുർഗ് ജയിൽ പരിസരത്തെത്തിയവരെല്ലാം ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയാണ് എത്തിയത്. 2 സമർപ്പിതരെ ജയിലിൽ അടയ്ക്കാനും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കാനും കാരണക്കാരായ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അവരോട് അനുഭാവമുള്ള പോഷക സംഘടനകളുടെയും പക്ഷക്കാർ ഒരു വശത്ത്, ലോക്സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായും ഒന്നിച്ചു നിൽക്കുന്ന കേരളത്തിൽ സജീവമായ മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾ മറുവശത്ത്, ജയിലിൽ അടയ്ക്കപ്പെട്ട് ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ, ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയപ്പെട്ട് മനസ്സ് മുറിഞ്ഞ ദൈവത്തിൻ്റെ 2 മാലാഖമാർക്ക് എത്രയും വേഗം നീതി കിട്ടാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു. അവരോടുള്ള നീതി നിർവഹണം പൂർത്തിയാകുന്നത് നിയമം കയ്യിലെടുത്ത് പോലീസിനെ നോക്കുകുത്തിയാക്കി കലാപ അന്തരീക്ഷം സൃഷ്ടിച്ച വർഗീയ ശക്തികൾക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുമ്പോൾ കൂടിയാണ്. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പുതരുന്ന മതേതരത്വം സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ നീതി നിർവഹണം പൂർത്തിയാകുന്നത്. അല്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ വിലപേശലുകൾ മാത്രമാണ് എന്നതിൽ നമുക്ക് സംശയമില്ല. ദൈവത്തിന് പ്രീതിയും മാലാഖമാർക്ക് വന്ദനവും സാത്താന് ലജ്ജയും.